പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്കേ ഒരു നല്ല റിപ്പോർട്ട് കാണാം അല്ലേ? കുറേ ആയില്ലേ, കുറേ വാർത്തകളൊക്കെ ഇങ്ങനെ കണ്ട് വരികയാണ്. കുറച്ചൊരു നല്ല റിപ്പോർട്ട് കാണാം. പച്ചപ്പിൻ്റെ കയ്യൊപ്പ് ചാർത്തിയ ജീവിതം, ഇലകൾ പൊഴിയുന്നത് പോലെ പ്രായം കടന്നു പോകുമ്പോഴും മങ്ങാത്ത ഓർമ്മകളാണ് സഹദേവന്. റിട്ടയർഡ് വനം വകുപ്പ് ഉദ്യോഗസ്ഥനായ കോന്നി കല്ലേലി സ്വദേശി സഹദേവൻ തൻ്റെ വാർദ്ധക്യകാലം ഏറ്റവും മനോഹരമായി ആസ്വദിക്കുകയാണ്. 96-ാമത്തെ വയസ്സിൽ തൻ്റെ 2ാമത്തെ പുസ്തകം പ്രസിദ്ധീകരിക്കുകയാണ് സഹദേവൻ. കാണാം ആ മനുഷ്യൻ്റെ വിശേഷങ്ങൾ. ശരീരത്തിൽ ചുളിവ് വീണാലും ഓർമ്മകൾക്ക് ഇല പൊഴിയില്ല. കാടിൻ്റെയും മണ്ണിൻ്റെയും മണം മാറാത്ത അനുഭവങ്ങൾ ഇവിടെ പുസ്തകങ്ങളാവുകയാണ്. 91-ാം വയസ്സിലാണ് സഹദേവൻ ആദ്യ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. 96-ാം വയസ്സിൽ 2ാമത്തേതും. വനദേവതയ്ക്ക് ഹൃദയപൂർവ്വം. റിട്ടയർഡ് വനം വകുപ്പ് ഉദ്യോഗസ്ഥനായ വി സഹദേവന്റെ 2ാം പുസ്തകം ഇന്ന് പ്രസിദ്ധീകരിക്കുന്നു. അടുത്ത സുഹൃത്തുക്കളുടെയും സഹപ്രവർത്തകരുടെയും കുടുംബത്തിൻ്റെയും സ്നേഹപൂർണമായ പിന്തുണ ഒപ്പമുണ്ട്. കുറവുകളും തെറ്റുകളും ഉറപ്പായും കണ്ടെത്തി പറയണമെന്ന് സഹദേവൻ പറയുന്നു. എൻ്റെ സർവീസിലുള്ള അനുഭവങ്ങളും അതേപ്പറ്റിയുള്ള അറിവ് വെച്ചുള്ള വിവരങ്ങളുമാണ്. കുറച്ചിരുന്ന് എഴുതി അവർക്കിത് വായിച്ചു നോക്കാം. അവർക്ക് വല്ല അഭിപ്രായം പറയാനുണ്ടേ കേൾക്കാം. കുറ്റമോ കുറവോ എന്തോ പറഞ്ഞാലും കേൾക്കാൻ സന്തോഷമാണ്. പിന്നെ പോരാഴിക വല്ലതുകൊണ്ടേ അതൊക്കെ കേൾക്കാൻ വളരെ സന്തോഷമാണ്. ഒരാളൊരു പോരാഴിക പറഞ്ഞെന്ന് വിചാരിച്ച് എനിക്ക് വിഷമമല്ല തോന്നുന്നത്, സന്തോഷമാണ് തോന്നുന്നത്. ഫോറസ്റ്ററായി തുടങ്ങി റേഞ്ച് ഓഫീസറായി വിരമിച്ച 30 വർഷക്കാലത്തെ അനുഭവങ്ങൾ പകർന്നു നൽകിയ പാഠങ്ങളാണ് പുസ്തകത്തിന്റെ ഇതിവൃത്തം. വെറുതെ ഇരുന്നാൽ മനസ്സ് തുരുമ്പിക്കും. എഴുതുമ്പോൾ ഞാൻ വീണ്ടും ചെറുപ്പമാകുന്നു. അത് ഞാൻ റിട്ടയർ ചെയ്തിട്ട് പിന്നീട് പെൻഷന് ശേഷം വീട്ടിൽ താമസിക്കുമ്പം കൂടെ വർക്ക് ചെയ്തവരുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് ചില അഭിപ്രായം വന്നറിയാവുന്ന കാര്യങ്ങളൊക്കെ കുറിച്ച് വെച്ചാൽ നമുക്ക് പുസ്തകമാക്കാൻ പറ്റുമോ നോക്കാമെന്നൊക്കെ പറഞ്ഞ് മേലുദ്യോഗസ്ഥന്മാരൊക്കെ അങ്ങനെ പറഞ്ഞിരുന്നു. അങ്ങനെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദ്യത്തെ ബുക്ക് എഴുതുന്നത് തന്നെ. ഇതെന്നൊക്കെ ഞാൻ തന്നെ എഴുതും. പിന്നെ അവർ വന്ന് എല്ലാം വായിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അത് എനിക്ക് ഒരു ഉന്മേഷമാണ്. എഴുത്തെല്ലാം ഒറ്റയ്ക്ക് തന്നെ എഴുതിയ ശേഷം വായിച്ചു കേൾപ്പിക്കും. കുടുംബാംഗങ്ങളോട് അഭിപ്രായം ചോദിക്കും. അച്ഛൻ്റെ 90 വയസ്സ് കഴിഞ്ഞിട്ടാണ് അച്ഛൻ ആദ്യത്തെ പുസ്തകം എഴുതുന്നത്. അതിനുശേഷം ഇപ്പോൾ 2ാമത്തെ പുസ്തകം. അപ്പോൾ അത് എന്താ പറയുന്നത്, ഒരു വലിയ എഴുതുന്നതൊക്കെ തന്നെയാണ് അച്ഛൻ എഴുതുന്നത്. അപ്പോൾ അങ്ങനത്തെ സഹായങ്ങളൊന്നും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പക്ഷേ എഴുതിയതിന് ശേഷം വായിച്ച് കേൾപ്പിക്കും, അഭിപ്രായങ്ങൾ ചോദിക്കും. അച്ഛൻ്റെ ശരിക്കും പറഞ്ഞാൽ എഴുത്തിലൂടെയാണ് കുറേ അച്ഛൻ്റെ ആ സമയത്തുള്ള അനുഭവങ്ങളൊക്കെ എനിക്കും മനസ്സിലായത്. പ്രായം ഒരിക്കലും ഒന്നിനും തടസ്സമായില്ല. ചിട്ടയായ ജീവിതക്രമങ്ങളും വായനയോടും എഴുത്തിനോടുമുള്ള അഭിനിവേശവും സഹദേവനെ ഇപ്പോഴും ചെറുപ്പമാക്കി നിർത്തുന്നു. ഇനിയും ഒരുപാട് എഴുതണമെന്നാണ് ആഗ്രഹം. കാടിന്റെ മണം മാറാത്ത കഥ പറച്ചിലുകാരൻ ഇനിയും ഒരുപാട് സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കട്ടെ. CR ജെറിനൊപ്പം ശ്രീരാജ്, ന്യൂസ് മലയാളം, പത്തനംതിട്ട.